സുവിശേഷ ദീപവുമേന്തി അനേകം വൈദികരിത ക്രിസ്തുവിന്റെ വയലിൽ തളരാതെ മുന്നേറുന്നു. നവയുഗത്തിലെ പ്രതിസന്ധികളെ അവർ തീക്ഷ്ണതയോടെ നേരിടുന്നു. ദൈവരാജ്യത്തിനായി അവർ സമർപ്പണം ചെയ്യുന്നു. ഇത് മഹാരാഷ്ട്രയിലെ കല്യാൺ രൂപതയിൽ, കോലാപ്പൂരിനടുത്ത് കൊഡോളി ഇടവകയിൽ നിരവധി വർഷം മിഷൻ വേല ചെയ്ത ഫാദർ ലിജേഷ് പനക്കവയലിൽ MST. വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഈ പ്രദേശത്ത് ദൈവജനത്തിനോടൊപ്പം നിലനിന്ന ഈ വൈദികൻ ഇപ്പോൾ MST സമൂഹം രൂപം നൽകിയ സാന്തോ മീഡിയയിൽ സേവനം ചെയ്യുന്നു. തന്റെ മിഷൻ അനുഭവങ്ങളും ദൈവവിളിയിലെ കാഴ്ചപ്പാടുകളും ലിജേഷ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ലിജേഷ് അച്ഛ, ഷാലോം TV-യിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛൻ്റെ പേര് ലിജേഷ്, അച്ഛൻ്റെ വീട്ടുപേര് പനക്കവയലിൽ. പനക്കവയലിൽ. അച്ഛൻ്റെ നാട് എവിടെയാ അച്ഛൻ? ഇപ്പം ഞാൻ താമസിക്കുന്ന പുൽരാമ്പാറയാണ്, കോഴിക്കോട് ജില്ലയിൽ. ഞാൻ ജനിച്ചത് പടത്തുകടവാണ്. പടത്തുകടവ്. പടത്തുകടവ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് തന്നെ പടത്തുകടവിലാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ചാച്ചൻ, അമ്മ. ഇപ്പോൾ ഉള്ള വീട്ടിൽ ഞങ്ങൾ 4 പേരാണ്. എനിക്ക് അനിയനുണ്ട്. അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് അവർ രണ്ടുപേരും ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഇപ്പം അറ്റ് പ്രസൻറ്റ് വീട്ടിൽ ചാച്ചനും അമ്മ ഒറ്റയ്ക്കാണ്. നിങ്ങൾ 2 മക്കളാണ്? 2 മക്കളാണ്. 2 പേരിൽ മൂത്ത ആളാണ് അച്ഛൻ. അങ്ങനെ വൈദിക ഇതിലേക്ക് വന്ന് അച്ഛൻ എൻ്റെ ഇത് അച്ഛൻ ഇപ്പോൾ ഭാഗമായിട്ടുള്ള സഭ എന്ന് പറയുന്ന ആ സഭയെക്കുറിച്ചും കൂടെ ഒന്ന് പറയുക. ഞാൻ MST സഭ, MST സൊസൈറ്റിയാണത്. അത് ഒരു വൈദികരുടെ സമൂഹമാണ്. ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് ഫുൾ ഫോം ഉൾപ്പെടെ മിഷണറി സൊസൈറ്റി ഓഫ് സെൻറ് തോമസ് ദ അപ്പോസ്റ്റൽ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ആ സഭയിൽ 98-ലാണ് ചേരുന്നത്. ഞങ്ങളുടെ പർപ്പസ് എന്ന് പറയുന്നത് മിഷൻ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ മിഷൻ ദൈവത്തെ അറിയത്തില്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് ദൈവത്തെ പങ്കുവയ്ക്കുക. അതേപോലെ മാതൃസഭയിൽ മിഷൻ അവബോധം ഉണ്ടാക്കുക. ഈ 2 മോട്ടോയാണ്, കാരിയസമാണ് ഞങ്ങൾക്ക് സഭയ്ക്കുള്ളത്. തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ പറയണം. കാരണം സൊസൈറ്റിയുടെ സഭയുടെ കൂടുതൽ ഇതും എല്ലാം നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഞാൻ വീണ്ടും അച്ഛൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഞാൻ ഒന്ന് തിരിച്ചു വരാനാണ്. അച്ഛൻ എപ്പോഴാണ് വൈദികനാവാൻ ഒരു തീരുമാനിച്ച് ചേർന്ന്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണോ +2 കഴിഞ്ഞിട്ടാണോ? സാധാരണ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സെമിനാരി ചേർന്നത്. എങ്ങനെയാണ് സെമിനാരി ചേരാനുള്ള ഒരു ആഗ്രഹം അച്ഛനുണ്ടായത്? കുഞ്ഞുനാൾ മുതൽ അങ്ങനെ ചിന്തിച്ച് നടന്ന ഒരാളാണോ? അതേ ഒരു സമയത്ത് കുഞ്ഞുനാൾ മുതൽ ചിന്തിച്ച് നടന്നതെന്ന് ചോദിച്ചാൽ അതെനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷേ ഞാൻ പള്ളിയായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയിരുന്നു. കാരണം എൻ്റെ ചാച്ചൻ കൈക്കാരനായിട്ടും മറ്റ് പല കാര്യങ്ങളുമായിട്ടും അച്ഛന്മാരുമായിട്ടും പള്ളിയായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആയ ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനും പള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്ടം. അപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തും നീ ഒരു സെമിനാരിൽ പോകുന്നവനാകും, നീ ഒരു അച്ഛനാകുന്നവനാകും, മറ്റുള്ളവരാണ് എന്നെക്കാളും കൂടുതൽ എന്നോട് പറഞ്ഞിട്ടുള്ളത് നീ സെമിനാരിൽ പോകും. പക്ഷേ എൻ്റെ മനസ്സിൽ അന്നും എനിക്ക് മ്യൂസിക്കിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അതേപോലെ ആക്ടിങ് പരമായ കാര്യം. അപ്പം ഞാൻ ആ ലെവലിലാണ് ചിന്തിച്ചത്. എൻ്റെ ടീച്ചേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും നീ സെമിനാരിൽ പോകും, 10ാം ക്ലാസ് കഴിഞ്ഞാൽ സെമിനാരിലുള്ള പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലെ ആഗ്രഹം ഒരു നല്ല നടനാകണം, അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ ആകണം എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ഭാഷയിൽ വളർന്നു വന്നത്. അപ്പോൾ ഞാൻ പലപ്പോഴും ഞാനിപ്പോൾ അതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യാറുണ്ട്. കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ പലപ്പോഴും കൊയറിനെ നോക്കി അവരെങ്ങനെയാണ് പാടുന്നത് എന്നുള്ള രീതിയിലാണ് ഞാൻ പലപ്പോഴും കുർബാന പോലും പങ്കെടുത്തിട്ടുള്ളത്. പക്ഷേ ചിലപ്പോൾ ഞാൻ ചിന്തിക്കുമ്പം എൻ്റെ ദൈവവിളി യോനാ പ്രവാചകനെ പോലെ തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്കറിയാം യോനാ പ്രവാചകനോട് നിനവേലേക്ക് പോകാൻ പറയുന്നു. യോനാ പ്രവാചകൻ ജോപ്പയിൽ നിന്ന് താർഷീസിലേക്ക് കപ്പൽ കയറും എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും ഞാൻ നേരെ കലാഭവനിലേക്കാണ് വണ്ടി കയറിയത്. കൊച്ചിൻ കലാഭവനിൽ ചെന്ന് ആബേലച്ചനെ കണ്ട് ഇൻ്റർവ്യൂ എടുക്കുക. അപ്പം അന്ന് ഞാൻ സ്കൂളിലെ സാഹിത്യ സമാജത്തിൻ്റെ മത്സരങ്ങളിൽ അതേപോലെ ചെറിയ ചെറിയ പരിപാടികൾ, നാടകവും അങ്ങനെ കൗതുക വാർത്തകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് ആൾക്കാർ ചിരിപ്പിക്കുകയും അങ്ങനെ ചെയ്തു വന്ന വ്യക്തി ആബേലച്ചനെ മുമ്പിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു നീ എന്നെ ഒന്ന് ചിരിപ്പിക്കും. ഞാൻ എൻ്റെ കഴിവിൻ്റെ മാക്സിമം പരിശ്രമിച്ചു. അച്ഛൻ അനങ്ങുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു മോനെ നിനക്ക് പറ്റിയ പണിയല്ല ഇത്, ഒരു പണി ചെയ്യും, നീ ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, നീ ഒരു പണി ചെയ്യേ, നീ ഇപ്പോൾ അന്ന് ഞങ്ങൾ പ്രീ ഡിഗ്രിയാണ്, അന്ന് +2 തുടങ്ങിയിട്ടില്ല, പ്രീ ഡിഗ്രി. അപ്പോൾ പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചിട്ട് എന്നിട്ടും നിനക്ക് ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ തിരിച്ചു ഞാൻ എടുത്തോളാം എന്ന് പറയും. അങ്ങനെ എൻ്റെ ആഗ്രഹങ്ങൾ അവിടെ ഉടച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം എല്ലാവരും ഞാൻ സെമിനാരിൽ പോകുന്നു എന്ന് വിചാരിച്ചിരുന്ന വ്യക്തിയാണ്. കാരണം എല്ലാവരും ഞാൻ പള്ളിയോട് അത്രമാത്രം അറ്റാച്ച്ഡ് ആയ കാരണം സെമിനാരിൽ പോകുമെന്ന് വിചാരിച്ചിരുമ്പോൾ എൻ്റെ ആഗ്രഹം നേരെ തിരിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ജോരാ പ്രവാചകനെ പോലെയാണെന്ന് പറയും. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ തിരിച്ചു വന്ന് അപ്പോഴേക്കും എല്ലാ സെമിനാരിലും, കാരണം ഈ സമയങ്ങളിൽ എൻ്റെ വീട്ടിൽ, കാരണം ഞാൻ
വൊക്കേഷൻ ക്യാമ്പിന് പോയ സമയത്തും എനിക്ക് അച്ഛനാകണമെന്ന് എഴുതി കൊടുത്തത്, ആക്ടറാകണമെന്നല്ല എഴുതി കൊടുത്തത്. എനിക്ക് മിഷണറി വൈദ്യനാണെന്ന് തന്നെയാണ് എഴുതി കൊടുത്തത്. കാരണം എൻ്റെ അങ്കിള് മിഷണറി വൈദികനായിരുന്നു. ഈ MSC സൊസൈറ്റിയിൽ തന്നെ ഇതേ സമയത്ത് തന്നെയാണ് എൻ്റെ അമ്മയുടെ ആങ്ങള. അപ്പം അങ്കിള് വരുമ്പോൾ എനിക്ക് മിഷനെ കുറിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കും അതിനോടുള്ളൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം അച്ഛന്മാരുടെ അത്ര അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് ഞാനും ഒക്കേഷൻ ക്യാമ്പിൻ്റെ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ രൂപതാ വൈദികനാണോ മിഷണറി വൈദികനാണോ എന്ന് എഴുതി കൊടുത്ത സമയത്ത് ഞാൻ മിഷണറി വൈദികനാണെന്ന് തന്നെ എഴുതി കൊടുത്തു. പക്ഷേ എൻ്റെ ഉള്ളിലെ ആഗ്രഹം അതാണെങ്കിൽ പോലും എൻ്റെ ചിന്തകൾ എന്നെ നയിക്കുന്നത് വേറെ രീതിയിലാണ്. അപ്പം അങ്ങനെ ആയി കഴിഞ്ഞ സമയത്ത് ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അത് ഒത്തിരി ഞാൻ കോൺഗ്രിഗേഷൻ്റെ പേരുകൾ വന്നു. ഒത്തിരി പേര് മിഷൻ കോൺഗ്രിഗേഷൻ്റെ അച്ഛന്മാരെൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ വീട്ടിൽ വന്നാലും ഞാൻ അവരോട് ഓരോ 10ാം ക്ലാസ് ജയിക്കുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് പിന്നെ തീരുമാനിക്കാം, അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഒഴിവാകുന്ന രീതിയിൽ ആഗ്രഹമുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ സെമിനാർ. പക്ഷേ അതിനേക്കാളും എൻ്റെ മുകളിൽ കിടക്കുന്ന ആഗ്രഹം മ്യൂസിക് അല്ലെങ്കിൽ ആക്ടിങ് ഫീൽഡായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അവരെ പറഞ്ഞു വിടും. അങ്ങനെ എൻ്റെ ആഗ്രഹമായിട്ട് ഞാൻ പോയ വഴിയാണ് കലാഭവൻ്റെ കാര്യം പറഞ്ഞത്. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും എല്ലാ സെമിനാരിയിലെയും അഡ്മിഷൻ തീർന്നു. ജൂൺ മാസമായി, എല്ലാ സെമിനാരികളും തുറക്കേണ്ട സമയമായി, സെമിനാരികളല്ല. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പം സെമിനാരിയും ഇല്ല. അതേപോലെ ഞാൻ വിചാരിച്ച സംഭവം കിട്ടാത്തൊരു അവസ്ഥ ഞാൻ ഇരിക്കുമ്പം ഞാൻ അമ്മയോട് പറഞ്ഞാൽ ഞാൻ പാരൽ കോളേജിൽ പോകും. അങ്ങനെ എൻ്റെ പുല്ലിനാമ്പാറയുള്ള ഒരു പാരൽ കോളേജിൽ ഞാൻ പോയി ചേർന്ന് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പം എൻ്റെ അമ്മയുടെ അങ്കിള് അവധിക്ക് നാട്ടിൽ വന്നേക്കുകയാണ്. അപ്പോൾ അങ്കിള് ചോദിച്ചു, നീ എന്നോട് എല്ലാവരും നിന്നോട് സെമിനാരിൽ പോകുന്നത് നീ എന്നെ കാണിച്ചു വിട്ടേന്ന് പറഞ്ഞ് പുള്ളി എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ആഗ്രഹമുണ്ട് അങ്കിളെ പോകാൻ ആഗ്രഹമുണ്ട്. അപ്പം പുള്ളി എന്നോട് പറഞ്ഞു, എന്നാൽ നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ ബാച്ചുകാരനൊരു അച്ഛനാണ് MSG സൊസൈറ്റിയിൽ ഇപ്പോഴത്തെ വൊക്കേഷൻ പ്രൊമോട്ടർ, പുള്ളിനെ ഞാനൊന്ന് വിളിച്ചു നോക്കാം. അങ്ങനെ അച്ഛൻ വൊക്കേഷൻ പ്രൊമോട്ടർ വിളിക്കുമ്പോൾ പറഞ്ഞു, സാറില്ല അഡ്മിഷനായി, എന്നാലും അച്ഛൻ പറഞ്ഞുകൊണ്ട് അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്കിളിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മേലമ്പാറ MSG ദീപ്തി ഭവനിലേക്ക് വന്നു. അവിടുന്ന് ഇൻ്റർവ്യൂ നടത്തി. നമുക്കറിയാം നമ്മൾ വലിയ എക്സ്പേർട്ട്, ഞാൻ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു, നല്ല വലിയ എക്സ്ട്രാ ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നൊന്നും അല്ലാതെ പഠിത്തത്തിൽ വട്ടപൂജയായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ സെമിനാരി വന്നു. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ തന്നു. എന്തൊക്കെയോ ഡാൻസിങ് ലെറ്റേഴ്സ് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, MSG സഭയിൽ ഇപ്പം MSG സൊസൈറ്റിയിൽ ഇപ്പം ഏകദേശം പിള്ളേരായി മോനെ, നീ ഒരു പണി ഉജ്ജയിൻ രൂപതയ്ക്ക് വെക്കും. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഉജ്ജയിൻ രൂപത, നമുക്ക് MSG എന്താണ്, ഉജ്ജയിൻ രൂപത എന്താണ്, അല്ലെങ്കിൽ മറ്റ് കോൺഗ്രിഗേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. കാരണം നമുക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ ഉജ്ജയിനെങ്കിൽ ഉജ്ജയിൻ. അന്നേരം അച്ഛൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, ഉജ്ജയിൻ രൂപതയിൽ പോയാൽ നിനക്ക് 1 വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. കാരണം അത് മധ്യപ്രദേശിലാണ്. അപ്പോൾ നീ ഇന്ന് പോയി കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് നിനക്ക് തിരിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. കാരണം അപ്പോൾ ഞാൻ ചോദിച്ചു, MSG ചേർന്നാലോ? അപ്പം ഞാൻ പറഞ്ഞു, MSG ചേർന്ന് കഴിഞ്ഞാൽ നിനക്ക് 1 വർഷം ക്രിസ്മസിനും ഉണ്ട്, ഓണത്തിനും ഉണ്ട്, അതേപോലെ തന്നെ 3-4 ഹോളിഡേയ്സ് ഉണ്ടെന്ന് തോന്നി. എന്നാൽ ഞാൻ MSGയിലാണ് ചേരുന്നതെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇത്. പക്ഷേ പലപ്പോഴും ഞാൻ സെമിനാരിൽ ചേർന്ന് കഴിയുമ്പോഴും എനിക്ക് മറ്റ് ബ്രദേഴ്സിനോട് ഭയങ്കര റെസ്പെക്റ്റായിരുന്നു. കാരണം വെച്ചാൽ അവരുടെ അച്ഛനാകാൻ വന്നത് ഞാൻ വേറെന്തോ പ്രതീക്ഷിച്ച് വന്ന് കയറിയൊരു വ്യക്തി, കയറി വന്ന വ്യക്തി. അപ്പം ഞാൻ എല്ലാവരും ഭയങ്കര റെസ്പെക്റ്റോടുകൂടി കണ്ടു. കാരണം ഇവരെല്ലാം അച്ഛനാവും, എനിക്ക് അങ്ങനെ ആകാൻ പറ്റുമോ എന്നുള്ള ചിന്ത. പിന്നെ യഥാർത്ഥത്തിൽ എൻ്റെ ദൈവവിളി ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ തേർഡ് ഇയർ മൈനസ് സെമിനാരിയിലാണ്. അങ്ങനെ തേർഡ് ഇയർ മൈനസ് സെമിനാരിയിൽ ഞാൻ അന്ന് ഈ ചോദ്യപേപ്പർ ചോർച്ച ഇപ്പോഴുള്ള പോലെ അന്നും ഉണ്ട്. അങ്ങനെ വേൾഡ് ഹിസ്റ്ററിയുടെ ചോദ്യപേപ്പർ ചോർന്നു പോയി. അന്ന് ആ പരീക്ഷ മാറ്റി വെച്ചു. അപ്പം ഞാൻ എൻ്റെ സ്പിരിച്വൽ ഫാദറിനെ എന്ന് പറഞ്ഞ്, അച്ഛൻ എനിക്ക് ഇതിൻ്റെ അകത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ എനിക്ക് അത്രമാത്രം എനിക്കില്ല, എൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഇതിൻ്റെ അകത്തൊരു യോഗ്യനാണോ എന്നെനിക്കൊരു ചിന്ത. അപ്പോൾ ഞാൻ സ്പിരിച്വൽ ഫാദറിനോട് കാര്യം പറഞ്ഞു, അച്ഛാ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ താല്പര്യം, എനിക്ക് ഈ മ്യൂസിക് ഫീൽഡും അതേപോലെ വീട്ടിൽ ചാച്ചൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അനിയൻ അന്ന് നവോദയ സ്കൂളിലേക്ക് പഠിക്കാൻ പോയപ്പോൾ വീട്ടിലാരുമില്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പം സ്പിരിച്വൽ ഫാദർ നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോന്നു. ചിന്തിക്കാമെന്നാണല്ലോ പറഞ്ഞത്, ഞാനും ചിന്തിച്ചൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും തേർഡ് ഇയറിൽ നിന്ന് ഫോർത്ത് ഇയറിലേക്ക് പോകാനുള്ള ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്രദേഴ്സിൻ്റെ തിരഞ്ഞെടുത്ത് കഴിയുമ്പം അവർ ഫോർത്ത് ഇയറിലേക്ക് എൻട്രി, ചിലർ വീട്ടിൽ പോകാമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ അതിനകത്ത് ആരെയാണ് ഫോർത്ത് ഇയറിലേക്ക് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ളൊരു ലിസ്റ്റ് എടുക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ പേരുമുണ്ട്. അപ്പം ഞാൻ അച്ഛൻ ചോദിച്ചു, അച്ഛൻ എൻ്റെ പേരെങ്ങനെയാണ് ഫോർത്ത് ഇയറിലേക്ക്? ഞാൻ അച്ഛൻ ചിന്തിക്കാമെന്നല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ റൂമിലേക്ക് ഞാൻ രാത്രി 10 മണി സമയത്ത്, ഒരു ഏകദേശം 9 മണി 10 മണി സമയത്ത് അച്ഛൻ എന്നെ റൂമിലേക്ക് വിളിച്ചു, എൻ്റെ സ്പിരിച്വൽ ഫാദർ. എന്നിട്ട് അച്ഛൻ എന്നെ വിളിച്ച് ചോദിച്ചു, നീ എന്നെങ്കിലും തീരുമാനിക്കാൻ കാരണം? അപ്പം നമ്മുടെ ബാലിശ്യമായ ചിന്തകളുണ്ടോ വീട്ടിലൊത്തിരി, അതുകൊണ്ട് ചെയ്യണം, ഇത് ചെയ്യണം, എനിക്ക് പാട്ട് പഠിക്കണം, അങ്ങനത്തെ കുറേ ബാലിശ്യമായ ചിന്തകൾ അന്ന് ഞാൻ അച്ഛനോട് പങ്കുവെച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു,
എനിക്കിതൊന്നും വലിയ തൃപ്തിയായിട്ട് തോന്നുന്നില്ല. നീ ഒരു കാര്യം ചെയ്യും, നീ ചാപ്പലിൽ പോയി രാത്രിയിൽ, നീ ചാപ്പലിൽ പോയിരിക്കും. അങ്ങനെ ഞാൻ ചാപ്പലിൽ പോയിരിക്കുകയാണ്. ചാപ്പലിൽ പോയിരുന്നിട്ട് ഞാനിങ്ങനെ വെറുതെ ക്യാഷ്വലായിട്ട് ചാപ്പലിൽ ഇരിക്കുന്നു. ഇങ്ങനെ മനസ്സിലിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ ചിന്തകളാണ്, പ്രാർത്ഥനയെക്കാളും കൂടുതൽ എന്താണെന്നുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിലൂടെ ഓടിയത്. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ തൊട്ട് പറയാൻ അച്ഛനിരിപ്പുണ്ട്. അപ്പം പിന്നെ എനിക്ക് തിരിയാനും അറിയാനും പറഞ്ഞു. ഞാൻ അങ്ങനെ ഇരുന്നു. അപ്പം പിന്നെ അച്ഛൻ അത് കഴിഞ്ഞിട്ട് എന്നെ തട്ടിയിട്ട് പറഞ്ഞു, വാ ഇറങ്ങി വാ, നിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണ്? അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അതാണ് ശരിക്കും എൻ്റെ ദൈവവിളി. കാരണം എന്ന് വെച്ചാൽ അന്ന് ഞാൻ എങ്ങനെ പറഞ്ഞു നിന്ന് എനിക്കും അറിയത്തില്ല. കാരണം എൻ്റെ ചിന്ത മൊത്തം വേറൊരു ലെവലിലായിരുന്നു. പക്ഷേ അച്ഛൻ ആ ചാപ്പലിൽ നിന്ന് പുറത്തിറങ്ങി എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു വാക്ക് ഇന്ന് ഞാൻ പാലിക്കുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ എൻ്റെ ഹിതത്തിനെ പറഞ്ഞ് അച്ഛൻ്റെ ആ വാക്ക് എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വാക്ക് ദൈവത്തിൻ്റെ വാക്കായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്കിന് ഞാൻ ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ട് ഇന്ന് ഈ നിമിഷം വരെ, ഇന്ന് അച്ഛനായിട്ട് 8 വർഷമായി. അച്ഛൻ പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ഇത് കൃത്യമാണ്. കാരണം അച്ഛൻ ആദ്യമേ തുടങ്ങിയപ്പോൾ തന്നെ യോനായുടെ കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛൻ പറയുമ്പോൾ തന്നെ അത് ക്ലിയറാണ്. നമ്മളൊരു പ്ലാനുമായിട്ട് പോയി, പക്ഷെ ദൈവം കൃത്യമായി ഇടപെട്ട് ഇങ്ങനെ ഒരു വഴി തിരിച്ചു വിടുന്നു. അച്ഛനിപ്പോൾ അവസാനം പറഞ്ഞൊരു അനുഭവം അത്തരത്തിലൊരു, അതുകൊണ്ടാണ് സ്പോണ്ടേനിയസ് ആയിട്ട് അച്ഛനിൽ നിന്ന് ഞാൻ മുന്നോട്ട് പോകാമെന്നൊരു റിയാക്ഷൻ. പ്രത്യേകിച്ചൊരു കാരണമില്ല. പക്ഷേ തമ്പുരാൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ആ സ്പിരിച്വൽ ഡയറക്ടർ വളരെ കൃത്യമായ ഒരു ദിശയിലാണ് അച്ഛനെ സഹായിച്ചത്. ആരായിരുന്നാലും ശരിക്കും നമ്മൾ ആന്റണി തുണ്ടത്തിൽ, ഞങ്ങളുടെ സഭയിലെ തന്നെ അച്ഛൻ ആന്റണി ആന്റണി തുണ്ടത്തിൽ അച്ഛൻ തീർച്ചയായിട്ടും ഒരു കറക്റ്റ് ആയിട്ടൊരു അതിനൊരു ഗിഫ്റ്റുള്ള ആളാണ്. ഒരു സ്പിരിച്വൽ ഡയറക്ഷൻ. ഇപ്പം അമേരിക്ക വർക്ക് ചെയ്യുന്നത്, ചിക്കാഗോ രൂപതയിലാണ് അച്ഛൻ വർക്ക് ചെയ്യുന്നത്. അച്ഛാ, മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാൻ തോന്നിയത്, അച്ഛനെ ഏതെങ്കിലും പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞു അപ്പച്ചൻ പള്ളിയിലെ കൈക്കാരനായിരുന്നു, ഇതൊക്കെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വൈദിക ജീവിതത്തിലേക്കുള്ള ഈ വഴിനടപ്പിൽ സ്വാധീനിച്ചു എന്ന് തോന്നുന്ന ആരെങ്കിലെ കുറിച്ചും അച്ഛന് പെട്ടെന്ന് അല്ലെങ്കിൽ എങ്ങനെ സ്വാധീനിച്ചു എന്ന് പറയാനുണ്ട്? ഞാൻ പറഞ്ഞ അങ്കിള് അച്ഛനുണ്ട്. അച്ഛൻ്റെ പേര് തോമസ് വട്ടുകുളത്തിൽ, MST അച്ഛനാണ്. അപ്പം ആ അച്ഛൻ വീട്ടിൽ വരും. അതേപോലെ മറ്റ് അച്ഛന്മാർ, അച്ഛൻ്റെ ബാച്ച്മേറ്റ്സ് അങ്ങനെ വരുന്ന സമയത്ത് അവർ കുറേ കാര്യങ്ങൾ പറയുമ്പം നമുക്ക് തോന്നി എന്തോ ചെയ്യുന്നുണ്ട്, അവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. വില്ലേജിൽ പോകുന്ന കാര്യം പറയുന്നു, അവരുടെ എക്സ്പീരിയൻസ് അവർ അങ്ങോട്ട് പരസ്പരം അതൊക്കെ കേൾക്കുന്നു. അപ്പോൾ അന്നേരം എനിക്ക് തോന്നി എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്ക് മിഷൻ അറിയില്ല, നമുക്ക് കേരളം എന്നല്ലാതെ ഒരു വേറെ ചുറ്റും. അതുകൊണ്ട് ആ ഒരു പ്രേരണയായിരിക്കാം ചിലപ്പം എന്നെ ഒരു മിഷനിലേക്ക് വഴിതെളിച്ച്. അച്ഛൻ്റെ ഈ വൈദിക പരിശീലന കാലഘട്ടം എന്ന് പറയുന്ന സമയം അത് അച്ഛൻ്റെ ജീവിതത്തിൽ എങ്ങനെ സഹായിച്ചു എന്ന് വളരെ ചെറുതായി പറയാൻ പറ്റും? ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഞാൻ ആദ്യത്തെ 3 വർഷത്തെ കാര്യങ്ങൾ നോർമൽ പഠനമായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ 3rd ഇയർ തൊട്ടാണ് യഥാർത്ഥത്തിൽ ഞാൻ സെമിനാരിക്കാരനായെന്ന് ഒരു വിളി നമുക്ക് ഒരിക്കൽ കൂടി തിരിച്ചറിവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ 4th ഇയർ കാലം തൊട്ട് പറയാം. അപ്പോൾ 4th ഇയറിൽ ഞങ്ങൾക്ക് മിഷൻ ഓറിയൻറ്റേഷൻ കോഴ്സ് എന്ന് പറയും, MOC എന്നാണ് ഷോർട്ട് ഫോം. അപ്പോൾ അവിടെ മിഷനുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കുറേ പ്രോഗ്രാം, വില്ലേജ് വിസിറ്റിങ്, അതേപോലെ ആൾക്കാരുടെ വീടുകളിൽ ചെന്നിട്ട് അവരുടെ കാര്യങ്ങൾ കണ്ട്. അപ്പം എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനത്തെ കാര്യങ്ങൾ ഈ അച്ഛന്മാർ പറഞ്ഞ അനുഭവം എല്ലാം കൊണ്ടാണ് എനിക്ക് താല്പര്യം വരുന്നത്. അപ്പോൾ ആ താല്പര്യം കാരണം ഞാൻ വില്ലേജ് വിസിറ്റ്, അപ്പോൾ അതിനേക്കാളും കൂടുതൽ എന്നെ സ്പർശിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവർ. ഇപ്പം നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ അച്ഛൻ എന്നാ ബ്രദർ എന്നാ വരാത്തെ, അയ്യോ ഇന്ന് വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ ആളുകൾ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ, അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ ആൾക്കാർ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തോ ഉപകാരമുണ്ട് എന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിലേക്ക് കയറിയപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഉൾവിളി ഉണ്ടാകുകയാണ്. അച്ഛൻ്റെ ഈ പട്ടം തിരുപ്പട്ട സ്വീകരണം എന്നായിരുന്നു അച്ഛൻ വൈദികനായതെന്ന്? ഞാൻ 2010 വൈദിക വർഷത്തിൽ തന്നെയാണ്. 2010 ദിവസം ഏപ്രിൽ 14-ാം തീയതി. ആ വൈദികനായ ഒരു ദിവസം ഉണ്ടല്ലോ, തീർച്ചയായിട്ടും ഈ പരിശീലനങ്ങൾക്ക് ശേഷം വൈദികനായ ഒരു സമയത്ത് ഒരു മിഷണറി വൈദികനാണായത്. സാധാരണ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ഇതിനൊരു പ്രത്യേക ഒരു കാരിസ്യത്തോട് വന്നിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരു അംഗമായിട്ടാണ് ചേർന്നത്. ആ ഒരു പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടി ഒരു വൈദികനായി വിളിക്കപ്പെട്ട അല്ലെങ്കിൽ അന്ന് ഒരു ഓർഡിനേഷൻ കഴിഞ്ഞപ്പോൾ അച്ഛന് തോന്നിയ ആ ദിവസങ്ങളിൽ ഒക്കെ തോന്നിയൊരു കാര്യം പറയാൻ പറ്റും? എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ ഓർഡിനേഷൻ ഡേയ്സ് എനിക്കിപ്പോഴും ഓർത്താലും സന്തോഷമുള്ള ദിവസം. കാരണം എന്ന് വെച്ചാൽ ഞാൻ അത്രമാത്രം എനിക്ക് വൈദിക പരിശീലന സമയത്തും അച്ഛൻ ആ ഒരു, നമുക്കറിയാമല്ലോ ഇപ്പം ഞാൻ എത്രയോ കടമ്പകൾ കയറിയ വൈദികനാവും ഇന്ന് പിതാവിൻ്റെ കൈ തൊട്ട് വെക്കുന്ന സമയം വരെ ഞാൻ വൈദികനാവും ഇല്ലെന്നറിയത്തില്ല. അതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പം ഞാൻ ആയി എന്നറിഞ്ഞ് ഇവൻ ഒരു അഭിഷിക്തനായി എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അതില്ലാത്ത സന്തോഷം. ഞാൻ വൈദികനായല്ലോ, എനിക്ക് ഈ മറ്റു വൈദികരുടെ കൂട്ടത്തിൽ ഇനി ചെയ്യാലോ എന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ മിഷനിൽ പോകണം. അന്നും എൻ്റെ മനസ്സിൽ മിഷനിൽ പോയി കഴിഞ്ഞാൽ അന്ന് ഞാൻ സെമിനാരി ചെയ്തിരുന്ന പോലെ ആൾക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യാം, അവരുടെ സേവനം ചെയ്യാം, ആ ചിന്തയോടുകൂടിയായിരുന്നു പിന്നീടുള്ള കാര്യം എന്തൊക്കെ ചെയ്യണം. അപ്പം ഞാൻ ഒരിക്കലും എന്നെ മഹാരാഷ്ട്രയ്ക്കാണ് വിട്ടത് അച്ഛനായി. ഞാൻ കൂടുതലായിട്ട് ഹിന്ദി ബെൽറ്റിലായിരുന്നു വർക്ക് ചെയ്തത്, എന്നുവെച്ചാൽ മധ്യപ്രദേശ് ഉജ്ജയിനിൽ. അപ്പം ഹിന്ദി എന്നെ അങ്ങോട്ട് വിടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചതും. പക്ഷേ അങ്ങനെ ചെയ്യണമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ, ആ ചിന്തയോടുകൂടിയാണ് എൻ്റെ ആ കാലഘട്ടങ്ങൾ ഞാൻ കഴിച്ചു കൂട്ടിയത്.
ഞാൻ മറ്റൊരു കാര്യം, ഈ ഒരു തീഷ്ണതയും സന്തോഷം, അച്ഛൻ പറഞ്ഞു വൈദികനായപ്പോൾ ഏറെ സന്തോഷം ഉണ്ടായിരുന്നു, ആ ഒരു മിഷണറി ഇതിലേക്ക് പോകാനുള്ള തീഷ്ണതയൊക്കെ. പക്ഷെ ഇന്ന് പലപ്പോഴും വൈദികർക്കും സന്യസ്തർക്കും അൽമായ പ്രേക്ഷിതർക്കും ഒക്കെ പറ്റുന്ന ഒരു അപകടം എന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ മറ്റു പല അപകടങ്ങളിലേക്കും പോകുന്നതിന് പോലുള്ള കാരണം പോലും ഈ പ്രേക്ഷിത തീഷ്ണതയിൽ മങ്ങൽ വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉത്സാഹമില്ലാതിരിക്കുക, ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് താല്പര്യമില്ലാതിരിക്കുക, മുമ്പ് പറഞ്ഞ അതിയായ സന്തോഷം ഒട്ടുമില്ലാതെ പോകുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു. അച്ഛൻ എങ്ങനെയാണ് ഇപ്പോൾ 8 വർഷമായി വൈദികനായിട്ട് ഇന്നും അങ്ങനെ ഒരു പ്രേക്ഷിത തീഷ്ണതയിൽ തുടരാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? എനിക്ക് ഉറപ്പായിട്ടും ഞാൻ പറയും, ഞാൻ ജോന പ്രവാചകൻ്റെ പറഞ്ഞുകൊണ്ട് പറയാം, ആ ഇതിനെ വെച്ച് ഞാൻ പറയുന്നു, എൻ്റെ ഹിതത്തെ എന്ന് ഞാൻ മാറ്റിയോ, ദൈവം എനിക്ക് ഏൽപ്പിക്കുന്ന എന്തു കാര്യമായിക്കോട്ടെ അത് ചെയ്യും എന്നൊരു നിശ്ചയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന് ഏറ്റവും ഉദാഹരണമാണ് ഞാൻ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ മറാഠി ലാംഗ്വേജാണ് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അപ്പം ഞാൻ ഉറപ്പായിട്ട് എനിക്ക് ഹിന്ദി സൈഡിലാണ് 8 വർഷത്തോളം ഞാൻ സെമിനാരി ഹിന്ദി നാട്ടിൽ എൻ്റെ റീജൻസി എല്ലാം അവിടെ തന്നെയായിരുന്നു. അപ്പോൾ എന്നെ ഉറപ്പായിട്ട് ഹിന്ദി അറിയാവുന്ന ഒരു ഏരിയയിലേക്ക് വിടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ വൈദികരായ 3 അച്ഛന്മാരേ ഉള്ളൂ ഞങ്ങളുടെ ബാച്ചിൽ, MST സൊസൈറ്റിക്ക് വേണ്ടി 3 അച്ഛന്മാരേ ഉള്ളൂ. അങ്ങനെ എന്നെ വിട്ടത് മഹാരാഷ്ട്രയിലേക്കാണ്. അപ്പം തന്നെ ഞാൻ എന്തുകൊണ്ടാണ് സുപ്പീരിയേഴ്സ് ഇത്രയും അറിയത്തില്ലാത്തൊരു ലാംഗ്വേജുള്ള സ്ഥലത്തേക്ക് എന്നെ വിടാൻ കാരണം? എന്നാലും ഞാൻ ചിന്തിച്ചു, എന്നാലും അച്ഛന്മാരോട് നമ്മുടെ MST അച്ഛന്മാരവിടെ ഉണ്ട്, അപ്പോൾ അച്ഛന്മാരോട് എന്തെങ്കിലും ചെയ്യും. അതുപോലെ അവിടെയും ഇതേപോലെ ഒത്തിരി സോഷ്യൽ വർക്കുകൾ, ഒത്തിരി സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ചിന്തയിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴും എൻ്റെ അപ്പോയിൻമെൻറ്റിലാണെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്ന ഓപ്പോസിറ്റ്. എന്നെ ഒരു ധ്യാന സെൻ്ററിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. എന്നാൽ ഞാൻ വില്ലേജുകളിൽ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ചിന്തിക്കുന്നതിന് വിപരീതമായിട്ടാണ് സംഭവിച്ചത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ ദൈവം ആഗ്രഹിക്കുന്ന നടക്കട്ടെ എന്നുള്ള ചിന്ത, അതുമാത്രമാണ് എന്നെ ഇന്ന് ഈ നിമിഷം വരെ വഴി നടത്തുന്നത്. അച്ഛൻ, നമ്മൾ അച്ഛൻ്റെ ഇപ്പോൾ ഈ മുമ്പോട്ട് പോക്കിൽ വൈദിക ജീവിതത്തിൽ ഈ മിഷണൻ പ്രവർത്തനങ്ങളിലൊക്കെ സ്ട്രഗിൾസ് ഉണ്ടായി കാണുമല്ലോ സ്വാഭാവികമായിട്ട്. കാരണം അച്ഛൻ പറയുന്നു മറാത്തി എന്ന് പറഞ്ഞ ഒരു ഭാഷയിൽ എളുപ്പമല്ല, നമുക്ക് അറിയാത്തൊരു ഭാഷ. പക്ഷേ ഇത്രയും വർഷങ്ങളുടെ ഇടയിൽ അത് അച്ഛൻ്റെ ജീവിതത്തിലൂടെ നീളം, ഞാനത് വൈദിക കാലത്ത് മാത്രമല്ല, ഇന്ന് ഈ ദിവസം വരെയുള്ള സമയത്ത് ദൈവം കൈപിടിച്ച് നടത്തി എന്ന് തോന്നുന്ന എല്ലാം അങ്ങനെയാണ്, തീർച്ചയായിട്ടുമാണ്. പക്ഷേ എടുത്തു പറയാവുന്ന ഒരു സംഭവം എന്തെങ്കിലും പറയാനുണ്ട്? ഒരു വലിയൊരു കാര്യം എനിക്ക് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, എന്നെ ആദ്യം അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് അമലാശ്രം എന്ന് പറഞ്ഞ ട്രീറ്റ് സെൻറ്റർ, മറാഠികൾക്ക് വേണ്ടിയുള്ള ധ്യാന സെൻ്ററാണ്, അവിടെയാണ് എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ലാംഗ്വേജ് അറിയില്ല, അവിടുത്തെ റിട്രീറ്റ് മറാഠിയിലാണ് പോകുന്നത്. അതിൻ്റെ ഡയറക്ടർ അച്ഛൻ MST അച്ഛനാണ്, പുള്ളി മറാഠി പണ്ഡിതൻ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും മറാഠിയിലാണ് എനിക്ക് സംസാരിക്കുന്നത്. എനിക്ക് അറിയാവുന്ന ഹിന്ദി പറയുമ്പോൾ കുറച്ചവർക്ക് മനസ്സിലാവും. അങ്ങനെ പിന്നെ നമ്മൾ അച്ഛന്മാർ എല്ലാവരും വരുമ്പോൾ തന്നെ ഹിന്ദിയിലൊക്കെ പറയുന്നുണ്ട്, അവർക്ക് അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ എന്നോടൊരു, ഞാൻ നിൽക്കുന്ന സ്ഥലം ശരിയാണോ എന്നുള്ള ചിന്ത. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ. നമ്മളങ്ങോട്ട് ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഈ സ്ഥലം ചേരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ പറയുന്ന കാര്യം എനിക്ക് ലാംഗ്വേജ് ഇല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു ഹിന്ദി ബൈബിള് എൻ്റെ അടുത്ത് എടുത്തു തന്നു. അന്ന് എനിക്കത് ഹിന്ദിയാണല്ലോ അറിയാവുന്നത്, മറാഠി അറിയത്തില്ല. അത് ഹിന്ദി ബൈബിള് സമ്പൂർണ്ണകൾ എടുത്തു തന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യും, ബെന്നി അർത്ഥനാകുന്നൻ എന്നാണ് അച്ഛൻ്റെ പേര്. അപ്പോൾ അച്ഛൻ എന്നോട് ബൈബിൾ എടുത്തു തന്നു, അച്ഛൻ റൂമിലിരിക്കുക, അച്ഛൻ ഇനി ഒന്നും ചെയ്യേണ്ട, അവിടെ ഈ ബൈബിൾ വായിക്കുക, അച്ഛനെ സ്പർശിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് അത് നോട്ട് ബുക്കിൽ എഴുതി വെക്കുക, അച്ഛൻ എന്തെങ്കിലും റിഫ്ലക്ഷൻ കിട്ടിയ അത് എഴുതി വെക്കുക, അത്രയും കാര്യം ചെയ്താൽ മതി. അങ്ങനെ ഞാൻ ഈ അച്ഛൻ പറഞ്ഞതല്ലേ വിചാരിച്ച് ഈ ബൈബിൾ എടുത്ത് വായിച്ചു, എന്നിട്ട് റിഫ്ലക്ഷൻസ് ഇങ്ങനെ എഴുതി വെക്കുകയാണ്. എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, സമയമുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഞാൻ ചെന്നതിൻ്റെ 3-ാം ദിവസം റിട്രീറ്റാണ് അവിടെ. അത് എനിക്കറിയില്ലായിരുന്നു, കാരണം എന്നെ പേടിപ്പിക്കാതിരിക്കാൻ വേണ്ടി അച്ഛൻ പറയാത്തതാണെന്ന് എനിക്കറിയില്ല. 3-ാം ദിവസം 19 പേര് ധ്യാനിക്കാൻ വന്നു. അച്ഛൻ ഒരാൾ മാത്രം പ്രീച്ചിങ്ങിന് വന്നു. സാധാരണ സഹായിക്കാൻ ആൾ വരുന്നതാണ്, അന്ന് സഹായിക്കാൻ വരുന്ന പലരും ഇല്ല, 1-2 പേരേ ഉള്ളൂ. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ റിട്രീറ്റ് നടക്കുക. റിട്രീറ്റ് നടന്നപ്പോൾ രാവിലെ ഒന്നും അച്ഛൻ എന്നോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇതേപോലെ വെറുതെ ഇരിക്കുന്നു. റിട്രീറ്റിൻ്റെ സമയത്ത് അച്ഛനെ സഹായിക്കാൻ മാത്രം പോകുന്നു. പോയിട്ട് തിരിച്ച് റൂമിൽ വരുന്നു. ഉച്ചയായി കഴിഞ്ഞപ്പം അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉച്ച കഴിഞ്ഞത്തെ സെഷൻ അച്ഛൻ ചെയ്യണം. മറാഠിയിൽ അച്ഛൻ പറഞ്ഞു, അച്ഛനെ കിട്ടുന്നില്ല, ഹിന്ദിയെങ്കിൽ ഹിന്ദി, എന്ത് വേണമെങ്കിലും പറഞ്ഞു ദൈവത്തിന്. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ച് എന്ത് ചെയ്യും. കാരണം ഒരു 10 മിനിറ്റ് പ്രസംഗം പറയാൻ ഞാൻ കഷ്ടപ്പെട്ടത് എനിക്കറിയാം ഹിന്ദിയിൽ. അപ്പം ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ 15 മിനിറ്റൊക്കെ പറയുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഒരു കിരൺ എന്ന് പറയുന്ന ബ്രദറുണ്ട്, ലോക്കൽ മറാഠിക്കാരൻ. പുള്ളിക്ക് അത്യാവശ്യം നമ്മൾ അച്ഛന്മാരുടെ സമ്പർക്കം കൊണ്ടും അത്യാവശ്യം മലയാളം ഇംഗ്ലീഷും എല്ലാം അവന് ഫോളോ ചെയ്യും, ഹിന്ദിയൊക്കെ ഫോളോ ചെയ്യാം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവെ ഇറങ്ങി വരണമെന്ന് എങ്ങനെയാണ് മറാഠി പറയുന്നത്? അപ്പോൾ പവിത്രാത്മ ഉത്തരവിനി എന്ന് അവനിങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ അവൻ ഓരോ ശബ്ദങ്ങളും, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ എനിക്ക് തരണമേ, അങ്ങനെ ഓരോ കാര്യങ്ങൾ
അവനോട് ചോദിച്ച് ഞാനൊരു 5-8 ലൈൻ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി വെച്ചു. എന്ന് വെച്ചാൽ തുടക്കത്തിൽ എന്തെങ്കിലും പറയണമല്ലോ. അങ്ങനെ ഞാൻ ചെന്നു. അത്യാവശ്യം കീബോർഡ് വായിക്കുമായിരുന്നു ഞാൻ, അതുകൊണ്ടാണ് ഞാൻ റിട്രീറ്റ് സെൻറ്റർ വെച്ചത്. അപ്പം കീബോർഡിൽ ഞാനിങ്ങനെ വിരൽ വെച്ചു. എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞ ആദ്യത്തെ ഒരു 15-20 മിനിറ്റ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. അച്ഛൻ അത്യാവശ്യം പാട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അച്ഛൻ അതിനുള്ള കാര്യം ചെയ്യുക, പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കീബോർഡ് കൈവച്ചു. അപ്പം ആദ്യം എനിക്ക് ഞാൻ കുറേ ഹിന്ദി പാട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ഓൾറെഡി സെമിനാരികളിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അത് പോയി. പക്ഷെ എൻ്റെ മനസ്സിൽ അന്നേരം തോന്നിച്ചു ഈ മറാഠി 4-5 ലൈൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഹിന്ദി പഠിച്ച ആൾക്കാരിന് എന്ത് തോന്നുന്നത് മറാഠി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ കീബോർഡിൽ ഒരു ട്യൂൺ ഇങ്ങനെ വായിച്ചു. എന്നിട്ട് ഞാൻ ആ ട്യൂൺ ഇങ്ങനെ കുറേ നേരം വായിച്ച് ഇങ്ങനെ കോഴ്സൊക്കെ ഇങ്ങനെ ചെയ്ത് വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ട്യൂൺ വന്നു ആ വരിക്ക്. അത് ഞാൻ അതങ്ങ് പാടി. അത് ആ 4 ലൈൻ ആ ട്യൂണിനൊത്ത് പാടി. ഇപ്പോഴും ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മഹാരാഷ്ട്രയിൽ പോയപ്പോൾ അച്ഛൻ പറഞ്ഞു അന്ന് അച്ഛൻ ആ 20 മിനിറ്റ് ഒരു സ്വർഗീയ അനുഭവമായിരുന്നു. ആൾക്കാർ കിച്ചണിൽ ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ്റെ കാര്യമാണ്, കിച്ചണിൽ വർക്ക് ചെയ്ത് ആൾക്കാർ പോലും ഇത് ആരാണ് ചെയ്തത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അത്രമാത്രം അനുഭവത്തിൽ വന്നു. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, പേടിച്ചിരുന്ന എന്നെ ഇത്രമാത്രം നടത്തിയെങ്കിൽ എന്നെ എത്രമാത്രം ദൈവം സ്പർശിച്ചു. അതാണ് അച്ഛൻ്റെ ഈ ഷെയറിങ്സ് എല്ലാം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം പറയാതെ പോയത് ശരിയല്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അച്ഛനെ വലിയൊരു എന്താ പറയുക ശരീരം ഒക്കെ ഉണ്ട്, ഒരു ഭാവം ഉണ്ടെങ്കിലും അച്ഛനൊരു വൈദികന് വേണ്ട ഏറ്റവും വലിയൊരു മറ്റൊരു ഭാവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കുഞ്ഞിൻ്റെ ഒരു മനസ്സുണ്ട്. കാരണം അന്ന് സെമിനാരിയിൽ നിന്ന് പോവാന്ന് പോയി പറയുമ്പോഴും ചാപ്പലിൽ പോയിരിക്കാൻ പറയുമ്പോഴും ഇപ്പോൾ ഒരു ഡയറക്ടർ അച്ഛൻ പോയി വെറുതെ ഹിന്ദി ബൈബിള് വെച്ചിട്ട് കിട്ടണ വചനം എഴുതാൻ പറഞ്ഞപ്പോഴും എനിക്ക് അച്ഛൻ കേട്ടതിൽ നിന്ന് മനസ്സിലായതനുസരിച്ച് തിരിച്ചൊരു ക്വസ്റ്റ്യൻ ഇല്ലാതെ അച്ഛൻ അതനുസരിച്ചു എന്നുള്ളതാണ് അച്ഛൻ്റെ വഴിയിലെ ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഒബീഡിയൻസ് തീർച്ചയായിട്ടും വൈദികരുടെയും സന്യസ്തരുടെയും ഒക്കെ ജീവിതത്തിൽ വലിയ കാര്യമാണ്, ആൾമാരുടെ ജീവിതത്തിലും. പക്ഷേ അത് വെറുതെ ഒരു അനുസരണമല്ല, ഒരു അന്ധമായ ഒരു അനുസരണമുണ്ട് ഒരു കുഞ്ഞിനെ പോലെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അത് സത്യമാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ എനിക്ക് മറ്റുള്ളവരെ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണ്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ ഒരു വ്യക്തി എന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറയുക, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്ത് എനിക്ക് പറ്റുന്ന കാര്യമാണ് ചെയ്തു കൊടുക്കുക. അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. അതാണ് എൻ്റെ ഒരു നേച്ചർ. അതുകൊണ്ടാണ് ഞാൻ ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ ആരെങ്കിലും കണക്ട് ചെയ്ത് കൊടുത്ത് അവർക്കത് ചെയ്തു കൊടുക്കും. ആ ഒരു നേച്ചർ എനിക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയൊരു കൃപയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ 8 വർഷകാലങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഇന്നീ സമയം വരെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാ ഫീൽഡിലും ഞാൻ അച്ഛന്മാരുടെ ഇടയ്ക്ക് മാത്രമല്ല അൽമാരുടെ ഇടയ്ക്കും എല്ലാവരുടെ ഇടയ്ക്കും വർക്ക് ചെയ്തപ്പോൾ, മീഡിയ ഫീൽഡ് വർക്ക് ചെയ്തപ്പോഴും എന്നെ വഴി നടത്തുന്ന ആ ഒറ്റ കാര്യമാണ്. എല്ലാവരുടെ ഒപ്പം പിള്ളേരുടെ കൊടുത്തിനെ പിള്ളേരുടെ കൊടുത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് പോകാനുള്ള ആ ഒരു ദൈവത്തിൻ്റെ വലിയൊരു കൃപയായിട്ട് ഞാൻ കൂട്ടുന്നതിന്. അച്ഛന് ഈ കോൺഗ്രിഗേഷനിൽ നിന്ന് അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരുന്ന മേഖലകൾ അച്ഛൻ ഒന്ന് പറഞ്ഞു. ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ, മറ്റേതൊക്കെയാണ് അച്ഛൻ? പിന്നെ എന്നെ ലിസ്റ്റ് ചെയ്താൽ മതി. ഞാൻ പറയാം. പിന്നെ എന്നെ ധ്യാന സെൻറ്ററിൽ ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നെ കൊടോളി പാരിഷ് എന്ന് പറഞ്ഞാൽ കല്യാൺ രൂപതയുടെ ഏക മറാഠി പാരീഷായ കൊടോളി പാരീഷ് എന്നെ ഏൽപ്പിച്ചു. അതിനുശേഷം അവിടെ 4 വർഷം ഞാനുണ്ടായിരുന്നു. 4 വർഷം അവിടെ പള്ളി പണിയാൻ പറ്റി, പിന്നെ മറ്റു പല കാര്യങ്ങളും അവിടെ ചെയ്യാൻ പറ്റി. തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ സൗണ്ട് എഞ്ചിനീയറിംഗ് ആൻഡ് മ്യൂസിക് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടി സഭ ഇപ്പം നാട്ടിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ 2.5 വർഷമായി ഇപ്പം നാട്ടിൽ, 2 വർഷം ആകുന്നു. ഇപ്പം ആ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത മാസം അത് കംപ്ലീറ്റ് ചെയ്യും. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഈ ഒരു എപ്പിസോഡിന് തീരാൻ സമയമായി. വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങളാണ് അച്ഛനെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അച്ഛനെ പോലത്തെ ഒരാളെ ട്രസ്റ്റ് ചെയ്ത് അച്ഛൻ്റെ കഴിവ് കണ്ടിട്ടായിരിക്കും ഈ സൗണ്ട് അങ്ങനത്തെ ഒരു ടെക്നോളജി പഠിക്കാൻ വേണ്ടി വിട്ടിട്ടുള്ളതും സഭ. അറിയില്ല സഭ. തീർച്ചയായിട്ടും. കാരണം എനിക്ക് MST അറിയാവുന്നിടത്തോളം MST മീഡിയ ഫീൽഡിലൂടെ ഒരു ഇവാഞ്ചലൈസേഷന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭ കൂടിയാണ് MST. അത്തരത്തിൽ ധാരാളം പേര് എനിക്ക് സഭയിൽ തന്നെ അറിയാം, MST തന്നെ അറിയാം. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഇത്രയുമൊക്കെ വ്യത്യസ്തങ്ങൾ ഒരുപക്ഷെ ഒരു സെക്കുലർ വേദിയിലേക്കും കൂടി ഇറങ്ങി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ ലോക സാഹചര്യത്തിൽ ഒരു വൈദികനായി ജീവിക്കുക എന്ന് തന്നെ വലിയ പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്ന് തന്നെ വലിയ പാടാണ്. അപ്പോൾ ഒരു വൈദികന് പറയേണ്ട കാര്യമില്ല, ധാരാളം വെല്ലുവിളികളൊക്കെ ഉണ്ട്. ഈ ഒരു വൈദിക ജീവിതത്തിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ അച്ഛനെ സഹായിക്കുന്ന ഒരു ശക്തി സ്രോതസ്സുകൾ വ്യക്തിപരമായിട്ട് അച്ഛൻ എന്താണ്? എൻ്റെ ജപമാലയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വെച്ചാൽ എനിക്ക് ഞാൻ റെഗുലറായിട്ട് ജപമാല ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ മനസ്സിൽ ഒരു ധ്യാനാത്മകമായ ചിന്തയുണ്ട്. പക്ഷേ എനിക്ക് കിട്ടുന്ന സമയങ്ങളിൽ മൊത്തം എനിക്ക് ഒരു ദിവസം ഒരു ജപമാലയെങ്കിലും ചെല്ലണം എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ആ ജപമാല രഹസ്യം ധ്യാനിക്കുമ്പോഴാണെങ്കിൽ പോലും അതുപോലെ വചനം അതുകൊണ്ട് ആ വചനം ധ്യാനിച്ചാണ് വചന ജപമാല എന്ന് പറഞ്ഞ ഒരു CD തന്നെ ചെയ്തിട്ടുണ്ട്. വചനം കൊണ്ടൊരു ജപമാല. അപ്പോൾ അത്
ഈ ജൂബിലി ഇയർ പ്രമാണിച്ച് ഞങ്ങളുടെ സഭയുടെ ജൂബിലി ഇയർ ആയിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ആ ജൂബിലി ഇയറിൽ വചന ജപമാല, തിരുവചന ജപമാല എന്ന് പറഞ്ഞാൽ ആ വചനവും ജപമാലയാണ് എൻ്റെ ശക്തി. തീർച്ചയായിട്ടും അച്ഛൻ, കാരണം അത് അച്ഛൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ജപമാല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം എന്തുമാത്രം അത് അച്ഛന് ഒരു ശക്തിസാരമായ ഒരു കാര്യമാണ് എന്നുള്ളത്. ഞാൻ അച്ഛൻ്റെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്, ഇന്ന് പ്രേക്ഷിത പ്രവർത്തനം, പ്രത്യേകിച്ച് ഈ ഒരു മീഡിയ ഇവാഞ്ചലൈസേഷൻ അല്ലെങ്കിൽ മറ്റു പല വിധ, കാരണം എല്ലാവരും ഇന്ന് അങ്ങനത്തെ ഒരു ലോകത്താണ് ജീവിക്കണത്. അപ്പോൾ അച്ഛൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തന മേഖല ദൈവം നയിക്കുന്ന ഇതനുസരിച്ച് ഒരു എന്താ പറയുക, ഫാദർ ലിജേഷ് എങ്ങോട്ടാണ് ദൈവം കൊണ്ടുപോകുന്നത് എന്ന് അച്ഛനോട് ചിന്തയുണ്ട്? സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിക്കത്തരത്തിലാണ് എന്നെ കൊണ്ടുപോകുന്നത്. അതെ, എല്ലാ ഉദാഹരണങ്ങളും നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. കാരണം ആദ്യം ധ്യാന സെൻറ്റർ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അവിടെ ദൈവം എന്നെ വഴി നടത്തി. അത് കഴിഞ്ഞിട്ട് എന്നെ ഒരു പാരീഷ് പ്രീസ്റ്റ് ആയിരുന്നു. അച്ഛനായി 2 വർഷം 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും അപ്പോയിൻമെൻറ്റ് കിട്ടി. അവിടെ പോയി ദൈവാനുഗ്രഹം കൊണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു പള്ളി പണിയാൻ, മിഷനിൽ ഒരു പള്ളി പണിയാൻ ഒരു സാഹചര്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. അത് ഞാൻ അഭിമാനിക്കുന്നു. കാരണം ആ ഒരു സാഹചര്യം. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു മീഡിയയിൽ വർക്ക് ചെയ്യണമെന്നും. കാരണം ഞാൻ മ്യൂസിക് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് 2006 തൊട്ട് സെമിനാരി കാലങ്ങളോട് സീഡുകളും കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു സൗണ്ട് റിലേറ്റഡായ കാര്യങ്ങൾ പഠിക്കണമെന്ന്. അപ്പോൾ സഭയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങനെ പഠിക്കാൻ പോകുന്ന താല്പര്യമുണ്ട്. അങ്ങനെ ആ ഒരു ചോദ്യം കൊണ്ടായിരിക്കും സഭ ഇപ്പം എന്നെ മീഡിയ ഫീൽഡിലേക്ക് വിട്ടു. മീഡിയ ദൈവാനുഗ്രഹത്തിൻ്റെ എന്നെക്കാളും എൻ്റെ സ്പൗസേഴ്സ് എല്ലാവരും എന്നെക്കാളും ജൂനിയറാണ്. അവരുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാം ഭംഗിയായിട്ട് പോകും, ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ 2.25 വർഷം പൂർത്തിയാക്കി. ഈ മീഡിയ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് സഭ നാളെ പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് മീഡിയയുടെ പ്രവർത്തനമല്ല നമുക്ക് വേണ്ടത്, അച്ഛൻ ഏതെങ്കിലും ഒരു ഉൾനാടൻ മിഷൻ പ്രദേശത്തേക്ക് വീണ്ടും തിരിച്ചു വിട്ടാൽ എന്തു പറയും? ഞാൻ പോകും. പക്ഷേ ഇപ്പോൾ സഭ എനിക്ക് മീഡിയയുടെ അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ സാന്തം മീഡിയ ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ ഹൗസ് തീർച്ചയായിട്ടും. പക്ഷേ അല്ലെങ്കിൽ ഞാൻ പോകും ധൈര്യമായിട്ട്. ഞാൻ സഭയോടും ഇപ്പോഴത്തെ സുപ്പീരിയേഴ്സിനോടും ഇപ്പോഴത്തെ അച്ഛന്മാരോടും ഞാൻ പറഞ്ഞാണ്, എൻ്റെ ഈ എക്യുപ്മെൻറ്റ്സ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മീഡിയ ഫീൽഡിലെ എക്യുപ്മെൻറ്റ്സ് എനിക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാവുന്ന, എനിക്ക് ഇവിടെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ മാത്രം വേണമെന്ന് എനിക്ക് താല്പര്യമില്ല, എന്നെ മിഷനിലേക്ക് വിട്ടാലും ഞാൻ ചെയ്യും എന്ന് ഞാൻ ഇപ്പോഴും സഭയോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സംശയമില്ല ഉത്തരവാദിക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം അച്ഛൻ്റെ അനുസരണത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചല്ലോ. അച്ഛൻ ഏറെ സന്തോഷം. കാരണം നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങിയ സമയം മുതൽ ഇതുവരെയുള്ള ഷെയറിങ് നമുക്കറിയാം അച്ഛന് വലിയ ആഴമുള്ള ബോധ്യങ്ങളിലൂടെ ദൈവം നയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അച്ഛനന്ന് ചാപ്പലിൽ നിന്ന് പുറത്തിറങ്ങി അച്ഛൻ പറയുന്നു, എൻ്റെ 3rd ഇയർ മൈനസ് സെമിനാരിയിലാണ് എനിക്ക് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഒന്നുകൂടെ ബോധ്യം കിട്ടിയത്. എനിക്ക് അത്ര ഒരു ബോധ്യം അച്ഛൻ്റെ ഉള്ളിൽ ആഴപ്പെട്ടുള്ളത് കൊണ്ട് അച്ഛൻ തീർച്ചയായിട്ടും പറഞ്ഞതുപോലെ അച്ഛൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രേക്ഷിതനായി ജീവിക്കാൻ അച്ഛന് പറ്റും. അച്ഛൻ്റെ കുടുംബത്തിലെ സാഹചര്യങ്ങളും ഒക്കെ നമുക്കറിയാം. മൂത്ത മോനൊരു വൈദികനാവാൻ തീരുമാനിച്ചതൊന്നും അത്ര എളുപ്പമായിരിക്കത്തില്ല കുടുംബത്തിന്. പക്ഷെങ്കിലും അച്ഛൻ്റെ വഴി വളരെ കൃത്യമായ ദിശയിൽ തമ്പുരാൻ നയിക്കുന്നതിൽ ഏറെ സന്തോഷം. അച്ഛൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. ശാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലെ അച്ഛനോടൊപ്പമുള്ള ആദ്യ എപ്പിസോഡിലെ അച്ഛൻ്റെ പങ്കുവെക്കലുകൾക്ക്, പ്രത്യേകിച്ച് വളരെ ഒരു സ്വതസിദ്ധമായി തുറന്ന പങ്കുവെക്കലുകൾക്ക് ഏറെ നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ, ആഴത്തിൽ വലയെറിയുവിൻ. ആഴക്കടലിൽ പോകുവിൻ.